നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൺമുന്നിലേക്ക് വന്നത് ഒരു നിമിത്തമാണ്. നമുക്കറിയാം, നിമിത്തം എന്ന് പറയുന്നതും ഒരു ശാസ്ത്രം തന്നെയാണ്, അല്ലെ? നിമിത്ത ശാസ്ത്രം. പലപ്പോഴും നമ്മുടെ കൺമുന്നിലേക്ക് നമ്മൾ അറിയാതെ കടന്നു വരുന്ന ചില കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ പോലും മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ താമ്പൂലം ഉപയോഗിച്ചിട്ടുള്ള ഒരു ലക്ഷണശാസ്ത്രമാണ് ഇതിലൂടെ പറയുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു വെറ്റില അഥവാ താമ്പൂലം മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കുക. അപ്രകാരം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വെറ്റിലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ലക്ഷണ ശാസ്ത്രമാണ്. നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ശാസ്ത്രം. മാത്രവുമല്ല, നിരവധി രീതികളിലൂടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്യോതിഷിക്ക് സാധിക്കും എന്നുള്ളതാണ്. അതില് താമ്പൂല പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നശാസ്ത്രം തന്നെയുണ്ട്. അതുപോലെ തന്നെ സ്വർണ പ്രശ്നമുണ്ട്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ പലരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സാധാരണ രീതിയിൽ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ദേവന്റെ ഹിതം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വർണ പ്രശ്നമൊക്കെ വെച്ച് നോക്കാറുണ്ട്. പണ്ട് കാലത്തൊക്കെ നിങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഈ ഒരു സ്വർണ പ്രശ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പല ആളുകൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് പറയാറുണ്ട്. കാരണം ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് പൂജയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ സാമ്പത്തിക ഇടപാടുകൾ, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നതിന് സ്വർണ പ്രശ്നം അവതരിപ്പിക്കുന്നതിലൂടെ സാധിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ പലതരത്തിലുമുള്ള കള്ളത്തരങ്ങൾ കണ്ടെത്തുന്നതിന് ഇതുവഴി സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മുന്നോട്ട് വരുമ്പോൾ പലപ്പോഴും ദേവപ്രശ്നത്തിൽ സ്വർണ പ്രശ്നം ഉൾപ്പെടുത്താൻ പല ആളുകളും മടിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിന് കാരണം സ്വർണ പ്രശ്നത്തിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിൽ പലർക്കും ചില ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ ദേവപ്രശ്നം മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒരു ക്ഷേത്രത്തിലെ ദേവത അല്ലെങ്കിൽ ദേവൻ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഏത് രീതിയിലാണ് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പൂജകൾ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അതൊക്കെ ചെയ്യുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്, ഇല്ല എന്നല്ല. എന്തായാലും താമ്പൂല പ്രശ്നം എന്ന് പറയുന്നത് തന്നെ പല രീതിയിലുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ ലളിതമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ലക്ഷണശാസ്ത്ര താമ്പൂല പ്രശ്നം മാത്രമാണ്. നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വെറ്റിലയെ അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് നോക്കാം. ഇതിലേതെങ്കിലും ഒരു വെറ്റില നിങ്ങൾ മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കണം. അത് ഉറച്ചു നിൽക്കണം. നിങ്ങൾ മനസ്സ് പറയുന്ന ആ ഒരു വെറ്റിലയിൽ ഉറച്ചു നിൽക്കണം. മാറി മാറി ചിന്തിക്കാനായിട്ട് പാടില്ല. ഇനി ഇതെങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് മനസ്സിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു വെറ്റില തിരഞ്ഞെടുക്കാവുന്നതാണ്. വളരെ കൃത്യമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഇതിലൂടെ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഇതിലൂടെ ഞാൻ പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എന്ത് ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ടോ തുടങ്ങിയ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുവരെയും നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ വെറ്റില തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാം. ഈ വെറ്റില നിങ്ങൾ സൂക്ഷ്മമായിട്ട് ഒന്നുകൂടി ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഈ വെറ്റിലയുടെ തുമ്പ് ഭാഗം മുറിഞ്ഞു പോയ ഒരു വെറ്റിലയാണ്. നമ്മുടെ ലക്ഷണശാസ്ത്രത്തില് തുമ്പ് മുറിഞ്ഞ വെറ്റില അഥവാ വെറ്റിലയുടെ മുൻഭാഗം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മി ചൈതന്യം കുറവുള്ളതായിട്ടാണ് പറയുക. അപ്രകാരം ചിന്തിക്കുമ്പോൾ സാമ്പത്തിക തടസ്സങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിട്ടാണ് ഈ 1-ാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയേണ്ടതായിട്ടുള്ള ആദ്യത്തെ കാര്യം. ഒരുപാട് സവിശേഷ ഗുണങ്ങളും നന്മകളും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് ഈ 1-ാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ.
അതായത് വളരെ ഈശ്വരഭക്തി ഉള്ളവർ, നല്ല സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകൾ, മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ അറിയുന്ന ആളുകൾ, അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഇവരെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ശത്രുതകൾ കൊണ്ട് പലപ്പോഴും പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്ന ആളുകളായിട്ടും ഇവരെ കണക്കാക്കാം. കാരണം ഈ വെറ്റിലയുടെ ചുവടുഭാഗം അഥവാ ഞെട്ടിന്റെ ഭാഗം ഒരല്പം കൂടുതലാണ്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ്. വെറ്റിലയുടെ ലക്ഷണശാസ്ത്ര പ്രകാരം തുമ്പുഭാഗം ലക്ഷ്മി ചൈതന്യമായിട്ടും ഞെടുപ്പുള്ള ഭാഗം പൊതുവെ ശത്രുതയെക്കുറിച്ചും മറ്റു ബുദ്ധിമുട്ടുകളെക്കുറിച്ചും സൂചിപ്പിക്കുന്നതുമായിട്ടാണ് പറയാറുള്ളത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ വെറ്റിലയുടെ ഞെട്ട് കൂടുതലുള്ള ഭാഗമായതുകൊണ്ട് തന്നെ വ്യക്തികൾക്ക് പല രീതിയിലുമുള്ള ശത്രുതകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അതിലൂടെ പലതരത്തിലുള്ള നഷ്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ ഒന്നാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവരുടെ മനസ്സിലില്ല. കാരണം ഇവർ ഇത്തരം ശത്രുതകളെല്ലാം ത്യജിച്ച് ഇപ്പോഴും മുന്നോട്ട് പോകുന്നവരാണ്. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പാതകൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ടാണ് ഇവരെ കാണുന്നത്. പലരുടെയും ജീവിതത്തിലെ വെളിച്ചമാകാൻ അല്ലെങ്കിൽ പല ആളുകൾക്കും മാർഗനിർദ്ദേശം നൽകാനൊക്കെ ഈ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഗുരുസ്ഥായികരായിട്ട് മാറാനുള്ള ചില കഴിവുകൾ ഇവർക്കുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അത് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും പരിഹരിക്കാൻ സാധിക്കുന്നവരായിട്ടാണ് ഇവരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുമുള്ള പ്രയാസങ്ങൾ ഇവർ അനുഭവിക്കേണ്ടതായിട്ടും വരാറുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്, ഒരാളുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കുമ്പോൾ അതിലൂടെ പലതരത്തിലുമുള്ള ദോഷങ്ങളും നമുക്ക് വന്നു ഭവിക്കാറുണ്ട് എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരു ആചാര്യനാണെങ്കിൽ പോലും, ഒരു ഗുരുസ്ഥായികനാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അതിലൂടെ അവരിലേക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകളും അല്ലെങ്കിൽ സംരക്ഷണവും ഒക്കെ പ്രത്യേകം ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. അതാണ് നിങ്ങളോട് എടുത്തു പറയാനുള്ള കാര്യം. ആ രീതിയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ആളുകളായിട്ടാണ് ഇവരെ കാണുന്നത്. ഇവരിലേക്ക് ധാരാളം ധനങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ധനം വരുന്ന രാശിക്കാരുമാണിവര്. എന്നാൽ ഇപ്പൊ നിലവിൽ ചില തടസ്സങ്ങൾ കാണുന്നു എന്നതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ ഉള്ളവരായിട്ട് ഇതിനകത്ത് ഉണ്ടാകാം. ജോലി ഉണ്ടായിട്ട് അത് നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാകാം. അതുപോലെ ചില ദുഃഖങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇവരുടെ മനസ്സിലുണ്ട്. എന്നാൽ പലപ്പോഴും ഇവരുടെ കാര്യം എന്ന് പറയുന്നത് നടക്കില്ല എന്ന് കരുതുന്ന സ്ഥലത്ത് നിന്ന് പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് നടന്നു കിട്ടുന്നതായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ ഇവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വളരെ മുന്നേ തന്നെ കാര്യങ്ങൾ നടക്കുന്ന ഒരു അവസ്ഥ ഇവർക്ക് പലപ്പോഴും കുറവായിരിക്കും. ഏതൊരു കാര്യത്തിന്റെയും ഒരു അവസാന മിനിറ്റിൽ, അവസാന സമയത്താണ് ഇവർക്ക് കാര്യങ്ങൾ നടന്നു കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം വരെ വളരെ ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകും. ശാരീരിക ക്ലേശങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ മറികടക്കുവാൻ കഴിയുന്നവരായിട്ടാണ് ഇവരെ കാണുന്നത്. അതായത് കൃത്യമായിട്ടുള്ള ചിട്ടകൾ പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രോഗാവസ്ഥകളിൽ നിന്നെല്ലാം പുറത്തു കടക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഭക്ഷണ കാര്യങ്ങളിലും അതുപോലെ തന്നെ വ്യായാമത്തിലുമൊക്കെ കൃത്യമായി ചിട്ടകൾ പാലിക്കേണ്ടവരായിട്ടാണ് ഇവരെ കാണുന്നത്. ഇവരുടെ ചിന്തകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ധനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. പലപ്പോഴും നമ്മൾ ധനത്തിന്റെ പിറകെ ഓടിക്കഴിഞ്ഞാൽ ധനം നമ്മളിലേക്ക് വരില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ഇവരിലേക്ക് വരേണ്ടുന്ന ധനത്തെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നല്ല കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഇവരിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ കുറഞ്ഞ നാളത്തേക്കുള്ള ചില തടസ്സങ്ങൾ മാത്രമാണ് ഇവരുടെ ജീവിതത്തിലുള്ളൂ എന്ന് തിരിച്ചറിയുകയും വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തികാഭിവൃദ്ധി ഇവരിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വെറ്റില പ്രശ്നത്തിലൂടെ അഥവാ ലക്ഷണശാസ്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് നോക്കാം. ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഭദ്രത വരാൻ സാധ്യതയുള്ളവരായിട്ടാണ് ഇവരെ കാണുന്നത്. നിലവിൽ ധാരാളം ധനമൊക്കെ സമ്പാദിക്കാൻ യോഗഭാഗ്യങ്ങൾ ഉള്ളതായിട്ട് കാണും. മാത്രവുമല്ല വളരെയേറെ ദൈവാധീനവും സംരക്ഷണവും ലഭിക്കുന്നവരായിട്ട് ഇവരെ കാണുന്നു എന്നതാണ്. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ ശത്രുക്കൾ ഇവരുടെ മുൻപിൽ നിഷ്പ്രഭരാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ ഇവർക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കും.
സാമ്പത്തികം ഇവരിലേക്ക് വരാനുള്ള യോഗഭാഗ്യങ്ങളുള്ളവരാണ്. ധനത്തിന്റെ ഒരു ഉറവ ഇവരിലേക്കുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇവരിലൂടെ ധാരാളം ആളുകൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കും. മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള കഴിവുള്ളവരാണ് ഇവർ. ഒപ്പം തന്നെ പണത്തെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ അറിയുന്നവരുമായിട്ടാണ് ഇവരെ കാണുന്നത്. ജീവിതത്തിലെ എപ്പോഴും ഒരു സമ്പാദ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അത് നിലനിർത്തുന്നവരുമായിട്ടാണ് ഇവരെ കാണുന്നത്. പലപ്പോഴും ഇവരുടെ നേട്ടങ്ങൾ ഒരു വലിയ നേട്ടമായിട്ട് ചിന്തിക്കുന്നില്ല എങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ ഇവർ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും മഹത്തായതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഭാവിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നവരും ഭാവി ജീവിതം സുരക്ഷിതമായി തീരുന്നവരുമായിട്ടാണ് ഇവരെ ലക്ഷണശാസ്ത്ര പ്രകാരം കാണുന്നത്. അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ ധന ആഢ്യത്യം വന്നു ചേരുന്നവരായിട്ടും ഐശ്വര്യത്തിലൂടെ മുന്നോട്ടു പോകുന്നവരുമായിട്ടാണ് കണക്കാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം കലാപരമായിട്ടുള്ള കഴിവുകൾ കൂടി ഇവർക്കുണ്ടാകും. കലയോട് കൂടുതൽ അഭിരുചിയുള്ളവരായിട്ടും ഇവരെ മനസ്സിലാക്കാം. ഇനി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പലപ്പോഴും ഇവരുടെ കർമ്മപഥത്തിൽ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവർ കൂടുതലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ചില അനിഷ്ടങ്ങൾക്കൊക്കെ ചില സമയത്തെങ്കിലും ഇവർ പാത്രമായി തീരാറുണ്ട്. എങ്കിലും അതൊന്നും വലിയ കാര്യമാക്കാതെ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കാറുണ്ട്. ഏതൊരു കാര്യവും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയും. അതുപോലെ തന്നെയാണ് ഏതൊരു ജോലിയിൽ പ്രവേശിച്ചാലും അവിടെ ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. ഇതിലുള്ള കുറെ ഗുണങ്ങൾ ഈ ആളുകൾക്കുള്ളതായിട്ട് മനസ്സിലാക്കാം. പൊതുവായി ചിന്തിക്കുമ്പോൾ ഈ രണ്ടാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ വളരെ ശ്രേഷ്ഠതയുള്ള ആളുകളായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് നോക്കാം. അത്യാവശ്യം വരുമാനമൊക്കെ ഉള്ളവർ തന്നെയാണ് ഇക്കൂട്ടർ. അതുപോലെ ധനം ഇവരിലേക്ക് ധാരാളമായിട്ട് വരും. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും എന്നുള്ളതാണ്. ഭാഗ്യമായിട്ട് കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരും അതുപോലെ എല്ലാം ഉള്ളവരുമായിട്ടാണ് ഇവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആഗ്രഹമായി ചിന്തിക്കുമ്പോൾ ഇവരുടെ കുടുംബത്തിലും അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലും ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പുറമെ നിന്ന് നോക്കുമ്പോൾ വളരെ സാമ്പത്തിക അഭിവൃദ്ധി ഉള്ളതായിട്ട് തോന്നുമെങ്കിലും വ്യക്തി ജീവിതത്തില് ധനത്തിന് വളരെയേറെ ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ വെറ്റിലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് മറ്റൊന്നുമല്ല, സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വെറ്റിലേക്ക് ഓട്ടയുള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മൾ ലക്ഷണശാസ്ത്രത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത വെറ്റില തന്നെയാണ്. ഇതിന് ഓട്ടയുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി ചൈതന്യമായിരിക്കുന്ന ഒരു തുമ്പും ഇതിനുണ്ട്. ഇതിന് ഓട്ടയുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വെറ്റില ശുഭകരമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്രകാരം ചിന്തിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രേഷ്ഠതയുള്ളവരായിട്ടും എന്നാൽ ആന്തരിക അവസ്ഥയിൽ വരുമ്പോൾ ഉള്ളത് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുമായിട്ടാണ് ഇവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണശാസ്ത്രങ്ങളൊക്കെ നമ്മൾ തമാശ രൂപേണ കാണുന്നു എങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏതൊരു വസ്തുവിലും നമ്മുടെ സ്വഭാവവും ജീവിതവുമായിട്ട് ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുതന്നെയാണ് ഈ ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ആളുകളുടെയും ജീവിതം അവരുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ പോലും അറിയാതെയാണ് നമ്മൾ ഇതിൽ നിന്നും ഓരോ വെറ്റിലയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും ഈ 3 വെറ്റിലയും തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾക്ക് ഈശ്വരാധീനമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം താമ്പൂലം എന്ന് പറയുന്നത് ദ്രവ്യ പ്രശ്നങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതും ഇങ്ങനെയൊരു വീഡിയോ കാണുവാൻ കഴിയുന്നതുമൊക്കെ വളരെയേറെ ഈശ്വരാധീനമുണ്ട് എന്നതിൻ്റെ ലക്ഷണം തന്നെയാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കൃത്യമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.